എല്ലാ കൂട്ടുകാർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, HSI ഇൻ്റർവ്യൂവിന് ഇന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീച്ചറോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ ടീച്ചർ ആ സ്കൂളിലെ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണെങ്കിൽ അപ്പോൾ ആ ടീച്ചർ നമ്മളൊരു മാത്സ് അല്ലെങ്കിൽ ഒരു ടൂർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എവിടേക്കായിരിക്കും ആ കുട്ടികളെ കൊണ്ടുപോകുക, അതിൻ്റെ ഒരു ചാർജ് തന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലമായിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മാത്സ് റിലേറ്റഡ് ഒരു പ്ലേസുമായിരിക്കണം എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മാത്സ് റിലേറ്റഡ് പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പ്ലേസ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാദ്യം വന്നത്, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ്, അതായത് വടക്കുനാഥൻ ടെമ്പിൾ അല്ലെങ്കിൽ പോലെ തന്നെ പാലസ്, ശക്തൻ തമ്പുരാൻ്റെ പാലസ്, ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അവിടേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ജിയോമെട്രി, ആർക്കിടെക്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചരിത്രപ്രധാനമായിട്ടുള്ള ഇതുപോലെ ഈ ഒരു പാലസ് ടൈപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് കൊണ്ടുപോകാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ജിയോമെട്രികൾ, ഷേപ്പുകൾ, ട്രിഗ്നോമെട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പൈതഗോറസ് തിയറം എങ്ങനെ കുട്ടികളെ ഫീൽ ചെയ്ത് പഠിപ്പിക്കാം എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ എങ്ങനെയായിരിക്കും, അപ്പോൾ നമുക്കത് ക്ലാസ്സിലൊരു, അപ്പോൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും, അതായത് കുട്ടികളെ ഫീൽ ചെയ്ത് പഠിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലാസ്സിൽ കുട്ടികളെ അല്ലെങ്കിൽ നമുക്കൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ABC എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് കുട്ടികളോട് നമുക്ക് പറയാം. അതായത് എയിൽ നിന്ന് 2 വേയിൽ നമുക്ക് എയിൽ നിന്ന് സിയിലേക്ക് അവരോട് നടന്നു പോകാൻ പറയാം. ആദ്യം ആരാണ് എത്തുന്നത് എന്നൊക്കെ നോക്കാൻ പറയാം. അപ്പോൾ ചിലവരെങ്ങനെ പോകും, എയിൽ നിന്ന് സിയിലോട്ട് പോകും അല്ലേ. ചിലവരെങ്ങനെ പോകും, എയിൽ നിന്ന് ബിയിലോട്ട് പോകും, ദെൻ ബിയിൽ നിന്ന് സിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ 2 പാത്ത് ഉണ്ട് എന്നവർക്ക് മനസ്സിലാകും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഷോർട്ടസ്റ്റ് പാത്ത് അല്ലേ, ഏറ്റവും ചെറിയൊരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനാണ് പൈതഗോറസ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പൈതഗോറസ് തിയറം എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിലെ കുട്ടികളും അവരുടെ റോൾ നമ്പറും അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള മാത്സ് സബ്ജക്റ്റിൻ്റെ മാർക്കും നമുക്ക് വെച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു റോൾ നമ്പറുള്ള ഒരു കുട്ടിക്ക് എന്ത് പറ്റും, ഒരു മാർക്കേ ഉണ്ടാവുള്ളൂ അല്ലേ. മാത്സ് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ 1ാമത്തെ റോൾ നമ്പർ കിട്ടിയ കുട്ടിക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ മാർക്കേ ഉണ്ടാവുള്ളൂ മാത്സിന്. 2ാമത്തെ റോൾ നമ്പറുള്ള കുട്ടിക്ക് 1 മാർക്കായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ റോൾ നമ്പറുള്ള കുട്ടിക്കും ഓരോ മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നേരെ തിരിച്ചെടുത്ത് കഴിഞ്ഞാലോ, മാർക്ക് അല്ലേ, ഇപ്പോൾ ഒരു 20 മാർക്കാണെങ്കിൽ 20 മാർക്ക് കിട്ടിയിട്ടുള്ള പല റോൾ നമ്പറുള്ള കുട്ടികളും ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു 30 മാർക്കാണെങ്കിൽ 30 മാർക്ക് കിട്ടിയിട്ടുള്ള പല റോൾ നമ്പറുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് റിലേഷൻ എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും, അതുപോലെ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല എന്നും, എന്നാൽ ഫങ്ഷൻസ് എല്ലാം റിലേഷൻസ് ആണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതേ കേസ് തന്നെ വേറൊരു എക്സാമ്പിൾ, നമുക്കൊരു മൊബൈൽ നമ്പർ എടുക്കാം. ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ ഒരു ആൾക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരാൾക്ക് ഒരുപാട് മൊബൈൽ നമ്പർ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വെച്ചിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവർ നമ്മളെ ഡിഫറൻസ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, മാത്തമാറ്റിക്സ് ലാബിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്തൊക്കെയാണ്, ഒരു മാത്തമാറ്റിക്സ് ലാബിൽ എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ ജിയോമെട്രിക് ടൂൾസ് എല്ലാം വേണം അല്ലേ, പ്രൊട്രാക്ടർ, കോമ്പസ്, അതുപോലെ വലിയ സ്കെയിലുകൾ, റൂളർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അബാക്കസുകൾ, പിന്നെന്താ ഗ്രാഫുകൾ, പിന്നെ വെയ്റ്റ് അല്ലേ, സ്കെയിലുകൾ, 3D ഷേപ്പുകൾ, സോളിഡ്സ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണം, ഒരു ലാബിൽ, മാത്സ് ലാബിൽ വേണമെന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്